ഈ സ്വർണ്ണ കവർച്ച കേസ് ചെറിയ തോതിലൊന്നും അല്ല CPM-നെ ബുദ്ധിമുട്ടിച്ചത്. ഇലക്ഷനിൽ തോൽക്കാൻ ഒരു കാരണമായി എന്നത് മാത്രമല്ല, അതിനുശേഷവും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു CPM നേതാവ് കൂടെ അറസ്റ്റിലാകുന്നത്, ദേവസ്വം ബോർഡിലെ ഒരു മെമ്പറായിരുന്ന ആള്. അപ്പോ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളെയോ ഇതിലൊന്ന് പിടിച്ചിട്ടാൽ ഒരു ലേശം ചെറിയൊരു പങ്ക് അതൊന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു അവസരം കിട്ടിയാൽ നന്നായി എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കും തോന്നി. എല്ലാവർക്കുമല്ല, ചില മാധ്യമങ്ങൾക്ക്. ഉടനെ ഒരു കഥ പ്രത്യക്ഷപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യുമെന്നല്ല, ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചെന്നല്ല, അന്വേഷണ സംഘത്തെ വിളിച്ചെന്നല്ല, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ സംസാരിക്കുന്നതേ ഉണ്ടായിട്ടില്ല. പക്ഷെ ചെയ്തേക്കും. അത് മാധ്യമങ്ങളുടെ ഒരു സൗകര്യമാണ്. അത് പലപ്പോഴും അവർ ഉപയോഗിക്കുന്നതാണ്. ഏക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നടന്നാലും നടന്നില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തേക്കും എന്നേ പറഞ്ഞുള്ളൂ എന്ന് വേണമെങ്കിൽ പിന്നീട് പറയാം. അപ്പോ അടൂർ പ്രകാശിനെ കൂടി ഇതിനകത്തോട്ടൊന്ന് പിടിച്ചിടുക ഈ സ്വർണ്ണ കവർച്ച കേസിൽ. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എന്താ പറഞ്ഞത്? ഗോവിന്ദൻ മാഷ് അദ്ദേഹം എന്താ പറഞ്ഞത്? അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുന്നു എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസിന് പരിഭ്രാന്തി തുടങ്ങിയെന്ന്. കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു, ഈ ഏക്കുമായത് ചെയ്തേക്കും. ആ വാർത്ത വന്നതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു പരാമർശം ആര് നടത്തുന്നത്? നമ്മുടെ ഗോവിന്ദൻ മാഷ്. അടൂർ പ്രകാശിനോട് എന്ത് ചോദിക്കാനാ? ഈ സ്വർണ്ണ കവർച്ച കേസുമായിട്ട് ബന്ധമുണ്ടോ എന്നോ? മാധ്യമങ്ങൾ പറയുന്നത് പോറ്റിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം അന്വേഷിക്കാനാണെന്ന്. അതിന് ഉപോത്പരകമായ കാര്യം എന്തുവാ, അല്ലെ കാരണം എന്തുവാ? ഈ ഫോട്ടോയിൽ അടൂർ പ്രകാശം കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഫോട്ടോയിൽ വന്നവരെയൊക്കെ ചോദ്യം ചെയ്യാൻ SITക്ക് സാധിക്കുമെങ്കിൽ, SIT അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്ര പേരെ ചോദ്യം ചെയ്യണം? പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? P ശശി, രവട ചന്ദ്രശേഖരൻ നമ്മുടെ DGP-യാ, പോലീസിന്റെ മേധാവിയാ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യണ്ടായോ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്നൊരു സമ്മർദ്ദം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേലുണ്ട് എന്നുള്ളത് ശരിയാ, അതൊരടവാ. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഏതെങ്കിലും ചിത്രത്തിൽ വന്നതിന്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് മൊഴിയുണ്ട്. പത്മകുമാർ തന്നെ കൊടുത്ത മൊഴിയുണ്ട്. മനസ്സിലായില്ലേ? ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് പോകുവാൻ ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണെന്നൊരു മൊഴിയോടെ കിടക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. അവിടെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചില കളികളൊക്കെ കളിച്ചു. രഹസ്യമായിട്ട് ചോദ്യം ചെയ്ത് ആരോടും പറഞ്ഞില്ല, മിണ്ടിയില്ല. 3 ദിവസം രഹസ്യമായിരുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷം. ഇതൊക്കെ ഹൈക്കോടതി നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളാ. തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അന്വേഷണം ഒന്ന് മന്ദീഭവിപ്പിച്ചു, ഒന്ന് ചവിട്ടിപ്പിടിച്ചു. കാരണം അന്വേഷണം മുന്നോട്ട് പോയാൽ വേറെ ചിലരെ കൂടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ഇലക്ഷനിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും CPM-ന് LDF-ന്. അപ്പോൾ ഈ അന്വേഷണം ഒന്ന് തണുപ്പിച്ചതാ ഏത് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പൊ ഒരു ബാലൻസിങ്ങിന് വേണ്ടി, അതായത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അടൂർ പ്രകാശിനെ കൂടെ വിളിച്ച് 4 വർത്തമാനം ചോദിച്ചു വിട്ടേക്കാം. അതാണ് ഇപ്പം SITയുടെ മേലുള്ള സമ്മർദ്ദം. പറഞ്ഞല്ലോ, ഇത് സംസാരിക്കുന്നവരെ അടൂർ പ്രകാശത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല, വരണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങോ ഒളിച്ചോടാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് അടൂർ പ്രകാശ് പറയുകയും ചെയ്തിട്ടുണ്ട്. CPM ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഏപ്രിലോ മെയിലോ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലും ഈ സ്വർണ്ണ കവർച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും എന്നുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒട്ടും സ്വാധീനിച്ചിട്ടില്ല, അത് പരാജയത്തിനൊരു കാരണമായിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മുടെ പിണറായി വിജയനും CPM-ന്റെ സഖാക്കളും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ സംസ്ഥാന സമിതിയിലും മറ്റും മറിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. പാർട്ടി എടുത്തിരിക്കുന്ന ഔദ്യോഗികമായ നിലപാട് സ്വർണ്ണ കവർച്ച തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഇതിപ്പോ നിയമസഭയിലും നിയമസഭാ പ്രചാരണത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വളർന്നു വരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഒക്കെ നിലയില്ലാ കയത്തിൽ വീണ ആളുകൾ കൈകാലിട്ടടിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നല്ല സൽപ്പേരാണ് ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ പഴയ പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷണ സംഘം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്തപ്പോഴേ, പോളിംഗിന്റെ സമയമായപ്പോഴേക്കും ഈ അന്വേഷണത്തിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു പോയത്. കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്തത്, 3 ദിവസം അത് രഹസ്യമായി സൂക്ഷിച്ചത്, ഇതെല്ലാം പോരാഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഈ അന്വേഷണ സംഘത്തിലെടുത്തിരിക്കുക. അവരാരാ? കേരളത്തിലെ പോലീസിലെ ഏറ്റവും അറിയപ്പെടുന്ന 2 CPM-ന്റെ സഹയാത്രികരാ. അവരെ ആരാണ് നിർദ്ദേശിച്ചത്? പോലീസിലെ CPM ബന്ധമുള്ള മറ്റൊരു ഉന്നതൻ നിർദ്ദേശിച്ചു. അത് ഹൈക്കോടതിയോട് പറഞ്ഞപ്പോൾ ഹൈക്കോടതി സമ്മതിച്ചു. കോടതി ഇവരുടെ പുരാവർത്തനം ഒന്നും അന്വേഷിക്കാൻ പോയില്ല, അതങ്ങ് സമ്മതിച്ചു. ഇപ്പോ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നപ്പോ കാര്യങ്ങൾ വ്യക്തമായിരിക്കുക.
പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞു 2 IPS ഉദ്യോഗസ്ഥന്മാര് അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചിലരുടെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അങ്ങനെ 2 IPSകാരെ കുറിച്ച് സംശയം നിൽക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തിലേക്ക് 2 CPM ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നത്. അന്വേഷണ സംഘത്തിന്റെ തലവൻ വെങ്കടേഷ് അത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ SIT ഒന്ന് ഓർക്കണം, ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവർ ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടാക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഊരാക്കുറുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾ മാത്രമാണുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരുപക്ഷെ ഭരണത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന പ്രതിച്ഛായ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്.